ഒരാളുടെ ആത്മാഭിമാനം തകർത്ത് അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം തെറ്റുകാരിയല്ലെന്ന് പറയുന്നു. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ച കേസിൽ പ്രതി ഷിംജിതയ്ക്കെതിരെ ദീപകിൻ്റെ കുടുംബം ഉന്നയിച്ച വാദമാണിത്. ദീപക് ആത്മഹത്യ ചെയ്യുമെന്ന് ഉദ്ദേശിച്ചല്ല വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് ഷിംജിത കോടതിയിൽ വാദിച്ചത്. ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 27-ന് വിധി പറയും. പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തു. അതിനിടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഷിംജിത പങ്കുവച്ച വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിനിയായ യുവതിയും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ബസ് യാത്രയ്ക്കിടെ ദീപകിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായപ്പോൾ പെട്ടെന്നുണ്ടായ വികാരത്തിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. പൊതു ഇടത്തിലല്ല, സ്വന്തം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോ ദീപകിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമെന്ന് ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. പ്രതിക്ക് ജാമ്യം നൽകിയാൽ മറ്റു സ്ത്രീകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് ആത്മഹത്യകൾക്ക് പ്രേരണയാക്കുമെന്ന പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്നും ഷിംജിതയുടെ അഭിഭാഷകൻ വാദിച്ചു. പെറ്റീഷണറുടെ ഭാഗത്തോളം ഷിംജിതയുടെ ഭാഗത്തോളം കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിലെ പരിഗണനയിലാണ് കേസ്. അതുകൊണ്ട് കോടതി വിധി പറയട്ടെ. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കും. ബസ്സിൽ അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഷിംജിത പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ സമൂഹമാധ്യമത്തെ സ്വകാര്യ ഇടമായി കരുതാനാകില്ലെന്ന് ദീപകിന്റെ കുടുംബം വാദിച്ചു. ഒരാളുടെ ആത്മാഭിമാനം തകർത്തിട്ട് തെറ്റുകാരനല്ലെന്ന് വിശദീകരിച്ചിട്ട് കാര്യമില്ലെന്നും കുടുംബം പറഞ്ഞു. ഇന്റൻഷണൽ ആക്ടാണിത്. തീർച്ചയായിട്ടും പുറത്താണ് സൂയിസൈഡ് വന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്രോക്സിമിറ്റി ഉണ്ട്. ആ പ്രോക്സിമിറ്റി, അതായത് ഡയറക്റ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വാദം കേട്ടു. 27-ാം തീയതി വിധി പറയാൻ വെച്ചിട്ടുണ്ട്. അതിനിടെ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഒരു പരാതി കൂടി പോലീസിന് ലഭിച്ചു. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിൽ പരാതി നൽകിയത്. വീഡിയോയിൽ തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ദീപകിനെതിരായി ഷിംജിത പങ്കുവച്ച വീഡിയോയിൽ ഈ പെൺകുട്ടിയുടെ ദൃശ്യവും ഉണ്ടായിരുന്നു. പരാതിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് പോലീസിന് വിവരാവകാശ അപേക്ഷ നൽകിയതായി ദീപകിന്റെ ബന്ധു അറിയിച്ചു. അങ്ങനെ ഒരു കുട്ടി കംപ്ലൈൻറ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു റെസിറ്റ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ റെസിറ്റായിട്ട് ഇങ്ങനെ ബന്ധം വെച്ച് ട്രാഫിക്കിലും ഞാൻ ബന്ധം വെച്ചിനി. ഞാൻ ട്രാഫിക് പോലീസുകാരായിട്ടും ബന്ധം വെച്ച്. അപ്പോൾ ഇത് കണ്ണൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂരായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ബന്ധം വെച്ച് കളിക്കുന്നത്. അങ്ങനെ ഇന്നലെയാണ് അത് കറക്റ്റ് സിറ്റിയിലാണ് ഉള്ളത്. പരാതിൻ്റെ കോപ്പിയൊന്നും SI ഞാൻ സംസാരിച്ച്. അപ്പോൾ SI പറഞ്ഞ് കമ്മീഷൻ പറയാതെ ഇത് തരാൻ പറ്റില്ല. അങ്ങനെ കമ്മീഷൻ ഓഫീസറിലേക്ക് ഞാൻ വിളിച്ച് കമ്മീഷനായി സംസാരിച്ചപ്പം എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല മറുപടി, നല്ല വൃത്തിയിലുള്ള മറുപടി തന്നിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഈ സംഗതി കമ്മീഷണർ പറഞ്ഞ് നിങ്ങൾ വിവരാവകാശ പ്രകാരം നമുക്ക് തന്നാലും ഞങ്ങൾ കറക്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വിവരാവകാശ പ്രകാരം ഞങ്ങൾ കറക്റ്റായിട്ട് അത് അയച്ചേക്കണേ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശിയായ ദീപകിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ ഷിംജിതയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കിടുകയായിരുന്നു. ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കഴിഞ്ഞ ദിവസം വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ച് ഷിംജിതയെ അറസ്റ്റ് ചെയ്തു. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടെന്ന ആരോപണം പോലീസ് തള്ളിയിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ബസ് ജീവനക്കാരുടെയും സഹയാത്രികരുടെയും മൊഴിയെടുത്തിരുന്നു. ഷിംജിതയുടെ ആരോപണം തള്ളുന്നതായിരുന്നു മൊഴികൾ. പോലീസിലോ ബന്ധപ്പെട്ട നിയമാധികാരികളെയോ അറിയിക്കാതെ വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ കുറ്റാരോപിതർ മാനഹാനി നേരിട്ട് മനംനൊന്ത് ആത്മഹത്യ ചെയ്യാമെന്ന് വ്യക്തമായ അറിവും ബോധവും പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.